0 to 100 with the boost mode. ഇതാണ് ഏറ്റവും പുതിയ 2025 മിനി കൂപ്പർ JCW. JCW എന്ന് പറഞ്ഞാൽ മിനി കൂപ്പറിൻ്റെ തന്നെ പെർഫോമൻസ് ഡിവിഷനാണ് നിങ്ങൾക്കറിയാം. ഇത് പുതിയ മിനിയിൽ എങ്ങനെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്, സാധാരണ മിനിയുടെ ഏറ്റവും ഡിഫറൻ്റ് ആണ്. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓമന ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈലേഴ്സ്. JCWയിൽ വന്നിരിക്കുന്ന മെയിൻ ചേഞ്ച് എസ്തറ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ്. അതിൽ ഫസ്റ്റ് ഗ്രില്ലിലുള്ള ചെക്കഡ് ഫ്ലാഗ് വന്നു. പിന്നെ പുതിയ JCWൻ്റെ ലോഗോ കാണാം. ഇവിടെ മെഷ് ഗ്രിൽ ഡിഫറെൻ്റ് ആണ്. ഇതെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫിക്സും ഡുവൽ ടോണും ഈ ഒരു കാറിൽ വൈറ്റും റെഡാണ്. അതൊരു ഈ ഒരു JCW എലമെൻ്റ് ആണ്. പിന്നെ വന്ന എയർസ്കൂപ്പും എയർവെൻസ് ആണ്. അതിനിവിടെ എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അതും അട്രാക്റ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ മിനിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ള കമൻറ്റിൽ പറയാം. JCWയും റെഗുലർ മിനിയും തമ്മിൽ ഫിസിക്കലി സൈഡിലൊരു വലിയ ഡിഫറൻസ് ഉണ്ട്. അതെൻ്റെ പിന്നിലാണ് ഡോർ ഹാൻഡിൽ. പുതിയ മിനിയിൽ വന്നിരിക്കുന്ന ഫ്ലഷ് ഡോർ ഹാൻഡിലാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ഫിസിക്കൽ ഡോർ ഹാൻഡിലാണ്. ഇതാണ് കുറച്ചുകൂടി കൺവെൻഷണൽ രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു എന്നുള്ള കമൻറ്റിൽ പറയാം. ഇതിലൊരു 17 ഇഞ്ചിൻ്റെ മിനി കൂപ്പർ JCW വീൽസാണ്. 18 ഇഞ്ച് ഓപ്ഷൻ ഉണ്ട് വിത്തൗട്ട് എനി എക്സ്ട്രാ കോസ്റ്റ്. ഡുവൽ ടോൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്കേർട്ടിങ്സ് അതുപോലെ തന്നെ ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു JCWന് വന്നിട്ടുള്ളതാണ്. അത് സൈഡിന് എത്രത്തോളം സ്പോട്ടി ആക്കുന്നത് നിങ്ങൾ കമൻറ്റിൽ പറയണം. JCW എലമെൻറ്റ്സ് നമുക്ക് റിയറിലും കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ റൂഫ് സ്പോയിലർ ഉണ്ട്. അതിന് ഒരു കട്ടിങ് കൊടുത്താൽ സ്പോട്ടി ആയിട്ടുണ്ട്. പിന്നെ ആൻറ്റിന കൊടുത്തിരിക്കുന്ന സ്പോട്ടി എലമെൻ്റാണ്. ബ്ലാക്ക് കണക്ട് ചെയ്യുന്ന പാർ അതിൽ തന്നെ JCW ലോഗോ വന്നിട്ടുണ്ട്. താഴെ ഡിഫ്യൂസർ ലൈക്ക് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഡിഫ്യൂസർ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ മാത്രമാണ്. സെൻട്രലൊരു എക്സോസ്റ്റ് പൈപ്പ് വന്നിട്ടുണ്ട്. അത് പലരും പറഞ്ഞ് ട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ പറയില്ല, അൺപാർലമെൻ്ററി ഇപ്പോൾ അത് രണ്ടെണ്ണമായിരുന്നെങ്കിൽ കുറേ കൂടെ അട്രാക്റ്റീവ് ആയിരുന്നു. ഈ സിംഗിളായി നിൽക്കുന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ലുക്സ് എങ്ങനെയുണ്ട് എന്നുള്ള കമൻറ്റ് പറയാം. 250 ലിറ്ററിൻ്റെ ചെറിയൊരു ബൂട്ട് സ്പേസ് ആണ് മിനി കൂപ്പറിൽ വരുന്നത്. അത് ശരിക്കും മിനീൻ്റെ ഒരു സൈക്കോളജി വെച്ചിട്ട് ഒരു ക്യാരി ബാഗിൽ എല്ലാവരും ഡ്രസ്സ് ഓടിക്കണം എന്നാണ്. അതായത് കപ്പിളാണെങ്കിലും കുട്ടികളാണെങ്കിലും അത്രയും ഡ്രസ്സ് കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ ചെറിയ ബാഗെല്ലാം വയ്ക്കാം. അതല്ല നിങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം പോകണേ കുറച്ചുകൂടി ഡ്രസ്സെല്ലാം ക്യാരി ചെയ്യാൻ പറ്റും. അത്രയുള്ളൊരു ബൂട്ട് സ്പേസേ ഉള്ളൂ മിനിയിൽ. അത് തന്നെയാണ് ജോൺ കൂപ്പർ ഡ്രസ്സിലും വന്നിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് JCW എലമെൻറ്റ്സ് എല്ലായിടത്തും കാണാം. സീറ്റിൽ ഒരു ലെതറും ഫാബ്രിക്കും മിക്സ് ആയിട്ടുള്ള രീതിയിൽ ഫാബ്രിക്കിൽ JCW ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഒരു ഫാബ്രിക് ഉള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് തന്നെ ഗ്രാഫിക് JCWൻ്റെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവ് കാര്യം 2 സ്പോക്ക് സ്റ്റിയറിങ് ഇപ്പം 3 സ്പോക്ക് ആക്കുന്നുണ്ട്. അതിനും ഒരു 3rd സ്പോക്ക് ഫാബ്രിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ റൗണ്ട് പ്ലാറ്റർ പോലത്തെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പുതിയ മിനിയിലൂടെ വന്നാണ് പലപ്പോഴും നമ്മൾ കണ്ടു. ഉപയോഗിക്കാൻ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആപ്പിൾ കാപ്ലേയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും പോർഷൻ ഒരു സെൻട്രലുള്ള സ്ക്വയർ ആയിട്ട് കിട്ടുന്ന പോർഷൻ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇതിലാണ് ഒരുവിധം എല്ലാ കൺട്രോളും ഉള്ളത്. നമുക്ക് AC ടെമ്പറേച്ചർ പുറത്തുനിന്ന് ഒരു ചെറിയൊരു ബാറിലായില്ല അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഫാൻ അടക്കമുള്ള കൺട്രോൾ ഉള്ളിൽ പോകണം. ഹെഡ്ലൈറ്റ് ഓട്ടോ മോഡും അതുപോലെ തന്നെ ഓൺ ആക്കാനും ഇവിടുന്ന് പറ്റിയാൽ ബാക്കി എന്ത് സെലക്ട് ചെയ്യാനെങ്കിൽ ഉള്ളിൽ പോകണം. പിന്നെ നമ്മൾ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് വളരെ കണക്റ്റായി നിൽക്കേണ്ട അവസ്ഥ ഉണ്ട്. താഴെ സ്വിച്ചുകളുണ്ട്. ബേസിക്കലി ഇവിടെ ഒരു ഗിയർ സെലക്ഷൻ നോബ്, എഞ്ചിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ബട്ടണിൽ നമുക്ക് ഓരോ മോഡ് സെലക്ട് ചെയ്താൽ ഇതാ ഗോ കാർട്ട്. അതേപോലെ വേറെ മോഡ് എടുക്കുമ്പോൾ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. ഇത് കോറിൻ്റെ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്രീൻ എടുത്താൽ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ട്. ഇതെല്ലാം ഒരു ഇന്നോവേഷൻ ആണ്. പക്ഷേ നമ്മൾ തുടക്കത്തിലെല്ലാം അത് അട്രാക്റ്റീവ്, പിന്നെ അത് നമുക്ക് യൂസ്ഡ് ആയിട്ട് വരും. പിന്നെ കാർബൺ കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടാണ്. കപ്പ് ഹോൾഡർ, ഡോർ പാഡിൻ്റെ മേലെ, അതുപോലെ തന്നെ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. സൺ റൂഫ് ഇല്ല, നോർമലി വരാറുമില്ല. റിയറിൽ നമുക്ക് 2 കുട്ടികൾക്കാണ് ഉത്തമം. ഒരു വലിയ 2 ആൾ അത്യാവശ്യം ആയിട്ടൊന്നുമില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. 4 പേർക്ക് അത്യാവശ്യം ഘട്ടത്തിൽ പോകാം. അല്ലെങ്കിൽ 2 ആൾക്കാരും 2 കുട്ടികളായിരിക്കും ഉത്തമം. പക്ഷെ ഇതൊന്നല്ല, ഡ്രൈവിംഗ് ഫണ്ണാണ് JCWൻ്റെ മെയിൻ എലമെൻറ്റ്. അതിലേക്ക് പോവാം. സോ ആ ബൂസ്റ്റ് മോഡ് നമ്മൾ ഈ ലെഫ്റ്റിലെ പാഡൽ ഷിഫ്റ്ററിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ബൂസ്റ്റ് ആണത്. സ്കൂൾ ബസ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ.
അതിനെ ഓവർടേക്കുകയോ അല്ലെങ്കിൽ അവിടെ കുറച്ച് സ്പീഡ് കൂടുതലും ചെയ്താൽ നല്ല ഫൈൻ കിട്ടും. ആ കാര്യത്തിലെല്ലാം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നല്ല കാര്യമാണ്. ഓക്കെ, ബാക്ക് ടു മിനി കൂപ്പർ JCW, എസ്പെഷ്യലി JCW. സാധാരണ മിനി കൂപ്പറിനെക്കാളും ഒരു 20-30 ഉള്ളിലുള്ള ഡിഫറൻസ് ഉള്ളു പവറിൽ, എന്നാൽ ടോക്കിലും അത്ര തന്നെ ഡിഫറൻസ് ഉള്ളു. പക്ഷെ മിനി കൂപ്പർ JCW ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ടയർ സ്പിൻ ചെയ്യുന്നു, റോഡിൽ ചൂടായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു പവർ നമുക്ക് ഡൈനാമിക്കലി എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ബേസിക്കലി മിനി കൂപ്പറിന്റെ ഒരു കാര്യമാണ് ഇപ്പം ഗോകാർട്ട് മോഡ് എന്ന് പറയും. ഗോകാർട്ടായിരുന്ന സമയമുണ്ട്, അന്ന് ചെറിയ മിനി ആയിരുന്നു. പുതിയ കാല മിനി വന്നപ്പോൾ ഓരോ ജനറേഷനും വലുതാവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഫീലെല്ലാം മാറി. എന്നാലും സ്പോർട്ടിയാണ്, നമുക്ക് കോമ്പാക്ട് അല്ല, ഒരു ഹാച്ച് ബാക്ക്, വലിയൊരു ഹാച്ച് ബാക്ക്, പ്രീമിയം ഹാച്ച് ബാക്ക് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ മിനിനെ കാണുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സൈസ് ഫൈൻ. നമുക്ക് ഇന്നിപ്പോ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സൈസിൽ തന്നെയാണ് മിനിയുള്ളത്. അധികം ചെറുതാവുന്നത് ആളുകൾക്ക് താല്പര്യമുള്ള വരുന്നില്ല. അത് ഈ ഇങ്ങനത്തെ തിരക്കുള്ള സിറ്റിയിലെല്ലാം തന്നെ നല്ലൊരു എലമെന്റ്. എനിക്കിപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പാർക്കിങ്ങിനാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ സിറ്റിന്റെ ഉള്ളിൽ വേറെ പോലെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ എളുപ്പമായിരുന്നു കൊണ്ടുകൊടുക്കാൻ. ഈ ഒരു മാർക്കറ്റിലെല്ലാം മിനി കൂപ്പർ വാങ്ങുന്നവർ ശരിക്കും ഫസ്റ്റ് കാറായിട്ട് വാങ്ങുന്നില്ല, സെക്കൻഡോ തേർഡോ കാറായിട്ടായിരിക്കും. ഇനി ഫസ്റ്റ് കാറായിട്ട് വാങ്ങുന്നവരായിരിക്കും മിക്കവാറും ചെറുപ്പക്കാര്. ഇപ്പം ജോലിയിലെല്ലാം കയറി, ജോലിയിലും സക്സസ്ഫുൾ ആയി വരുമാനം കിട്ടി തുടങ്ങി, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി വരുമാനം കിട്ടി തുടങ്ങി, സിംഗിളാവോ മാക്സിമം പോയാൽ ഒരു കല്യാണം കഴിച്ചു കുട്ടികളൊന്നും ആവാത്ത സ്റ്റേജിലായിരിക്കും. കുട്ടികളുടെ തന്നെ ചെറിയ കുട്ടികളായിരിക്കും. അപ്പൊ അവരൊരു കാറ്റഗറിയാണ് ഇത്. അവർക്ക് പറ്റുന്ന ഒരു കാറായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഫ്രണ്ടിൽ 2 പേർക്ക് കംഫർട്ട് ഇരിക്കുക, ബാക്കിൽ ഫ്രണ്ട്സ് എല്ലാം കയറുന്നുണ്ടെങ്കിൽ ഓരോ ഒപ്പിച്ച് കൊണ്ടോ അല്ലെങ്കിൽ 2 പേർക്ക് പോകാന്നുള്ളത് പ്രാക്ടിക്കലി നമുക്ക് ഡെയിലി കൊണ്ടെടുക്കാം. പൊളിക്കാനാകുമ്പോൾ പൊളിക്കാം. പക്ഷെ പൊളിക്കാന്നുള്ള എലമെന്റ് പഴയത് അത്ര ഡിഫറൻസ് എനിക്കില്ല, സാധാരണ ഉള്ളതിനേക്കാളും ഒത്തിരി ഡിഫറൻസ്. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറെ എലമെന്റ്സ് എല്ലാം ഉണ്ട്. സൗണ്ട് പഴയ അത്ര ഇല്ല, പുറത്ത് കേൾക്കുന്ന സൗണ്ടും എന്താണെന്ന് ഞാൻ കാണിച്ചെന്ന്. ഉള്ളിൽ നമുക്ക് കുറച്ചുകൂടെ കേൾക്കുന്ന സ്പീക്കറിലൂടെ സൗണ്ടാണ്. ആ ഒരു എഫക്റ്റെല്ലാം കിട്ടി നമുക്ക് ആസ്വദിക്കാം. പക്ഷെ മിക്കവാറും ഒരു ഡെയിലി കാർ എന്ന പർപ്പസിൽ നോക്കുമ്പോൾ ഉള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട് ഞാൻ കാണുന്നത്. അതിൽ ഡ്രോബാക്ക് ഉള്ളത് കുറച്ച് സ്റ്റിഫാ സസ്പെൻഷൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ ബൗൺസ് നമ്മൾ എല്ലായിടത്തും അറിയും. ഈ റോഡാണെങ്കിലും ചെറിയ പൊട്ടിക്കൊള്ളുന്നതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം അറിയും. പക്ഷെ എന്നുവെച്ചാൽ സീറ്റിന് കംഫർട്ട് കൊണ്ട് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ച് ഹാർഡ് സീറ്റ് ആണെന്നാലും കംഫർട്ടബിൾ ആണ്. സ്റ്റിയറിംഗ് പ്രിസൈസ് ആണ്, ബ്രേക്കിംഗ് അടിപൊളിയാണ്. അതേപോലെ തന്നെ വേണ്ടപ്പോൾ ഈ ബൂസ്റ്റ് മോഡിൽ ഫുൾ പവർ എടുക്കാൻ പറ്റുന്നത്. വാട്ടർ പവർ എഞ്ചിനിലുണ്ട്, അത് ഫുള്ള് കുറച്ച് നിമിഷത്തേക്ക് കിട്ടും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് എടുക്കുക. പിന്നെ എസ്തറ്റിക്കലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ആരും ഒരു ഹെഡ് ടേണർ വണ്ടികൾ നോക്കുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ പ്രായത്തിലെടുക്കുമ്പോൾ ആ ഒരു എലമെന്റ് മിക്കവാറും ആൾക്കാർ നോക്കും. അതിനുള്ള പെയിന്റിങ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ആൾക്കാർ കസ്റ്റമൈസ് ചെയ്യുന്ന, അതിപ്പം ഈ വണ്ടിയിലുള്ള കസ്റ്റമൈസ് ഉള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ എക്സോസ്റ്റ് അടക്കം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ആ രീതിയിൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ, ഈ ഒരു മിനി കൂപ്പർ JCW ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു എലമെന്റ്സിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? സ്റ്റൈലിംഗ് ആണോ, ഉള്ളിലത്തെ ഫീച്ചേഴ്സ് ആണോ, എൻജിൻ പെർഫോമൻസ് ആയിട്ടാണോ? നല്ല കമന്റിൽ പറയാം. ഇനി എന്തായാലും നമ്മൾ ഇനിയും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം കാണാനുള്ള ഏത് വണ്ടികളാണെന്ന് മെൻഷൻ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ആൻസറിനുള്ള സെക്ഷൻ നമ്മൾ തുടങ്ങിയിട്ട് അതിലേക്ക് ക്ലാരിഫൈ ചെയ്യാം. അതുകൊണ്ട് ചോദിക്കാണല്ലോ, ചോദിക്കുക, നോക്കാം. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നതിന് അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ പുതിയൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.